എന്റെ യൂട്യൂബ് റവന്യൂ എത്രയാണ്? എന്റെ ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഓരോ ആപ്പിൽ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ടോ, എത്ര പൈസയാണ് കിട്ടുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഡാൻസ് സെലക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഡാൻസ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാത്തത്. ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളൊരു Q&A ചെയ്യാൻ പോകണം. ആക്ച്വലി ഈ ഒരു Q&A ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ ജാനുവരി ആ ഒരു ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ജാനുവരി മന്തിലാണ് ഒരു Q&A നമുക്ക് ചെയ്യാം, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പോസ്റ്റും സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തൊക്കെ വെച്ചാണ്. പക്ഷെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലിപ്പ് എന്റെ കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ്ലി. എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കുറെ പേരെടുത്ത് Q&A വീഡിയോ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി Q&A ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇന്നലെ ഒന്നും കൂടി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചെന്നുണ്ട്. അപ്പം അതിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ഉണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് വിചാരിച്ചു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് Q&A നടത്താനായിട്ട്. ഞാനും നിങ്ങളോട് കുറച്ചും കൂടി കണക്റ്റഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് Q&As ഇഷ്ടമാണെങ്കിൽ നമുക്ക് മന്ത്ലി 2 months കൂടുമ്പോഴോ 3 months കൂടുമ്പോഴോ ഒക്കെ ആണെങ്കിൽ Q&A ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അധികം വലിച്ചിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് വീഡിയോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞങ്ങളുടെ കുഞ്ഞിന് ഇപ്പൊ 11 മാസമായല്ലോ. അപ്പൊ അവൻ എന്തായാലും സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 6 മാസത്തിൽ നമ്മൾ സോളിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് ഫീഡ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും അവനെ ടൈം നോക്കിയിട്ടില്ല. നമ്മൾ കുഞ്ഞ് ജനിച്ച സമയത്താണ് ഒരു 2 മണിക്കൂർ കൂടെ അങ്ങനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും ഡിമാൻഡ് ഫീഡിങ് ആണ്. അവൻ എപ്പോഴാണോ വേണ്ടത് വിശക്കെന്ന് നമ്മളോട് കാണിക്കുമ്പോഴേക്കും അപ്പൊ ഫീഡ് ചെയ്യാം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കണക്കൊന്നും വെച്ചിട്ടില്ല. എങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോൾ ഫീഡ് ചെയ്യും. പിന്നെ ഈവനിങ്ങിലെ ഫീഡ് ചെയ്യണം. അത് കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് ഒരു 12 മണി 1 മണിയാകുമ്പോഴേക്കും ചോറ് കൊടുക്കും. ചോറ് കൊടുത്തു കഴിഞ്ഞിട്ട് പാല് കൊടുക്കരുത് എന്ന് ഇങ്ങനെ എല്ലാവരും പറയും, വിരക്കേട് ഉണ്ടാവും എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ കുറച്ചു നേരം ഗ്യാപ്പ് ഇടും. അപ്പോൾ ഒരു ഈവനിങ് 3 മണി 4 മണി ആകുമ്പോഴേക്കും പിന്നെ ഫീഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു 7 മണി പിന്നെ നൈറ്റ് അങ്ങനെ കണ്ടിന്യൂസ് ഫീഡ് ചെയ്യും. പുള്ളിക്കാരൻ കണ്ടിന്യൂസ് പാല് കുടിച്ചുകൊണ്ടേ ഇരിക്കണം ഉറങ്ങുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് ഞാൻ കറന്റ് അവനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എന്റെ ഫ്രണ്ടിനെ കാണാൻ പോണേൽ ഒരു റെഡ് ചിക്കൻ കറി കുർത്തിട്ടുണ്ടായിരുന്നു. ദൂരം പേരെ എന്നെ കുർത്ത ചോദിച്ച മെസ്സേജ് അയച്ചെന്നറിയോ. ഞാൻ അതിലെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള കുർത്ത ഓൾറെഡി ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാക്ട് കുർത്ത വേണമെങ്കിൽ ജോ ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർക്ക് മെസ്സേജ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് കുർത്തയോട്ടും ഇഷ്ടംപോലെ കളർ വെറൈറ്റീസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നിങ്ങൾ നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുർത്തയാണ്, നല്ല ക്വാളിറ്റി ഉള്ള കുർത്തയാണ് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ. അപ്പൊ ഞാൻ ആ വീഡിയോ വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിൽ കയറി നോക്കി കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് മേളിൽ ആ ഫോട്ടോ വരും. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ചേച്ചിയുടെ ഡ്രസ്സുകളൊക്കെ കൊള്ളാം, അതൊക്കെ ചേച്ചി എന്താ ചെയ്യണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. അതായത് ഓരോ ആപ്പിൽ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ മേടിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ടോ, എത്ര പൈസയാണ് കിട്ടുന്നത്. ഇത് രണ്ടും ഒരേപോലെ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ഉത്തരം പറയാം. ഞാൻ മേടിക്കുന്ന ഡ്രസ്സല്ല, ഞാൻ ഇടുന്ന പോലത്തെ ഡ്രസ്സാണ് മേടിക്കുന്നത്. അപ്പൊ എനിക്ക് ഡ്രസ്സ് വേണ്ട സമയത്താണ് ഞാൻ മേടിക്കുന്നത്. നല്ല ഡ്രസ്സ് കാണുമ്പോൾ ക്വാളിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ടാഗ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാറ്. ഓരോ ആപ്പിൽ നിന്ന് ഞാൻ നോർമലി നമ്മുടെ എന്തിട്ടാണ് പോപ്പുലർ ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ അങ്ങനത്തെ ആപ്പിൽ നിന്നൊക്കെ തന്നെ ഞാൻ വാങ്ങുന്നത്. വെബ്സൈറ്റുകളിൽ നിന്ന് ഞാൻ വളരെ കുറവാണ് ഡ്രസ്സ് വാങ്ങുന്നത്. ഇതുപോലെ ആപ്സ് യൂസ് ചെയ്തിട്ടാണ് വാങ്ങുന്നത്. അപ്പോ ഇതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചില്ലറ ചെറിയ ചെറിയ കമ്മീഷനൊക്കെ കിട്ടും. ആപ്പിൽ നിന്നല്ല, നമ്മളിങ്ങനെ ടാഗ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ കമ്മീഷനൊക്കെ കിട്ടും, അത്രേ ഉള്ളൂ. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് ലിപ്സ്റ്റിക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് എപ്പോഴും ഇടാറ്. എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇടുമ്പോൾ എന്റെ ഫേസിന് ചേരാത്ത പോലെ ഫീൽ ചെയ്യും. ഇത് എൻവൈബയുടെ ബാഡാസ് ബെറി എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക് ആണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 200 രൂപ അങ്ങാണ്ടേ ഉള്ളൂ. നല്ലോണം സ്റ്റേജ് ചെയ്യും കേട്ടോ. അടിപൊളിയായിട്ട് സ്റ്റേജ് ചെയ്യും. ആരൊക്കെ പറഞ്ഞത് അങ്ങനെ അത്ര സ്റ്റേജ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. പക്ഷെ ലിപ് ബാം ഇട്ടിട്ട് അതിന്റെ മേളിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോകും. ലിപ് ബാം ഒക്കെ ഇട്ട് ലിപ്പ് നല്ല മോയിസ്ചറൈസ് ചെയ്തിട്ട് ആ ലിപ് ബാം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം നിൽക്കും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ആ ലിപ്സ്റ്റിക് ഒന്ന് ചെക്ക് ചെയ്തോളൂ. വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ പ്രോഡക്ട്സും ടാഗ് ചെയ്തേക്കാം. തമ്പുവിന്റെ റിയൽ നെയിമും നിക് നെയിമും ആരാണ് സെലക്ട് ചെയ്തത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. തമ്പുവിന്റെ റിയൽ നെയിം നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിങ്ങളോട് തന്നെ സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ നല്ല പേരുണ്ടെങ്കിൽ പറയാൻ വേണ്ടിട്ട്. അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒരാൾ സജസ്റ്റ് ചെയ്ത പേരാണ് ഞങ്ങൾ കുഞ്ഞിന് ഇട്ടേക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിന്റെ പേര് ഇന്ദ്രനീൽ ആശ്രയി എന്നാണ് കേട്ടോ.
ആൻഡ് നിക് നെയിം ഇവൻ ജനിക്കണേക്കാളും മുന്നേ ആണ് ഞങ്ങൾ ഇട്ടത്. ഞങ്ങളല്ല, ആക്ച്വലി അത് എൻ്റെ അമ്മ, ശ്രീദേവി എൻ്റെ അമ്മയാണ് തമ്പു എന്നുള്ള പേരിട്ടത്. കാരണം എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുപേര് തമ്മണത്ത് എന്നാണ്. അപ്പൊ അമ്മ ഇങ്ങനെ തമ്മണത്തെ കുട്ടി എന്നാ തമ്പു എന്ന് പറയാലോ, തമ്പുടു എന്ന് വിളിക്കാം, അങ്ങനെയാണ് ഞങ്ങൾ തമ്പുടു തമ്പു എന്നുള്ള പേരിലേക്ക് എത്തിയത്. അപ്പൊ നിക് നെയിം എൻ്റെ അമ്മയാണ് സെലക്ട് ചെയ്തത്. മറ്റേ സജസ്റ്റ് ചെയ്തത് നിങ്ങളാണ്, സെലക്ട് ചെയ്തത് ഞാൻ, അമ്മ, കിച്ചാമ്മൻ, റീനാമ്മ, ഞങ്ങൾ 4 പേരും കൂടിയാണ് ഈ തമ്പുവിന്റെ റിയൽ നെയിം സെലക്ട് ചെയ്തത്. അടുത്ത എനിക്ക് ഭയങ്കരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് ഡാൻസ് സെലക്ട് ചെയ്തതെന്ന്. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ, ഞാൻ മോഹിനിയാട്ടം ഗ്രാജുവേറ്റ് ആണ്. സോ ഞാൻ എന്തുകൊണ്ടാണ് ഡാൻസ് സെലക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഡാൻസ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഡാൻസ് റീൽ ഇടാത്തത്, ഡാൻസ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, ടീച്ചിങ്ങിന് പോകാത്ത എന്തുകൊണ്ടാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ഡാൻസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ആ സൈഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഡാൻസ് ഇതാക്കിയെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ഡിഗ്രി എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ മോഹിനിയാട്ടത്തിൽ ഡിഗ്രി എടുക്കുന്നത്. ഞാൻ ചെറുപ്പം മുതൽ ഒരു 6 വയസ്സ് മുതൽ ഞാൻ ഡാൻസ് പഠിക്കുന്നതാണ്. അങ്ങനെ അങ്ങനെ പഠിച്ചപ്പോൾ എനിക്കതൊരു ഡിഗ്രി, ഒരു ഗ്രാജുവേഷൻ അതിൽ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു. എന്തുകൊണ്ടാണ് ഞാൻ അത് പ്രൊഫഷനാക്കി കൊണ്ടുപോകാത്തത് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കാം. എനിക്ക് പണ്ട് ഡാൻസ് സ്കൂൾ ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്കൂളെന്നൊന്നും പറയാൻ പറ്റില്ല, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ഞാൻ ഡാൻസ് ഗ്രാജുവേഷൻ എടുക്കാൻ, അതായത് ഡാൻസിൽ ഡിഗ്രി എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ അത് നിർത്തി. എനിക്ക് ഫുള്ളി ഇതിൽ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് തുടങ്ങാമെന്നായിരുന്നു. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ബേബി പ്ലാനിങ് ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായി. അപ്പം ആ ഒരു കുഞ്ഞുണ്ടായ ഒരു 1-2 വർഷം ബ്രേക്ക് വന്നു. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടില്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. ഞാനിങ്ങനെ ഡാൻസ് ക്ലാസ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ. ഭയങ്കര കാര്യമായിട്ട് സ്റ്റുഡിയോ സെറ്റപ്പിലൊന്നും അല്ല, വളരെ മിനിമലായിട്ട് എൻ്റെ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. സോ എനിക്കറിയില്ല എങ്ങനെയായിരിക്കും റെസ്പോൺസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയൂ, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയൂ. എന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ എന്തായാലും അഭിപ്രായം പറയൂ. ഡാൻസ് വീഡിയോ ഇനി എന്തുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഈ ഒരു ചാനൽ ഡാൻസ് ഡെഡിക്കേറ്റഡ് ചാനലായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്നല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇടക്കിടക്ക് പോസ്റ്റ് ചെയ്യാൻ. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, അത് അത്യാവശ്യം ലൈക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൊട്ടിക്കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ ഞാൻ ടാഗ് ഇടാറുണ്ട്. അതാണ് അതിന്റെ ആൻസർ. പിന്നെ കുറെ ആൾക്കാർ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് ദൂരം പേരെ മെസ്സേജ് ചെയ്യുന്നത് എനിക്കറിയില്ല, ഇവർ കാണാത്തോണ്ടാണോ. ഞാൻ ഒരു 100 പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഹെയർ സ്റ്റൈൽ ചെയ്യണത്. മിക്ക ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഞാൻ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടി മാത്രമായിട്ടൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കാണണം എന്നാണെങ്കിൽ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്തേക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര സിമ്പിൾ ആണ്, ഇത്ര പാടൊന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ബേബിയുടെ, അതായത് എൻ്റെ മോന്റെ വാട്ട് എയ്റ്റിന്റെ ഡേ പോലെ ചെയ്യാമോ, അവൻ്റെ ഒരു ഫുഡ് റൊട്ടീൻ കാണിക്കാമോ, എന്തൊക്കെയാ കൊടുക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി ഞാൻ കാണിക്കാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവൻ്റെ ഒരു ദിവസം കഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. പിന്നെ എനിക്കും ഇതിൽ വലിയ പരിജ്ഞാനങ്ങളൊന്നുമില്ല, പരിജ്ഞാനം എന്നല്ല പറയണത്, ഒരുപാട് അറിവൊന്നുമില്ല. നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പുതിയ ഡിഷുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ മകന് ഇപ്പൊ 11 മാസമുണ്ട്. ആ പ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ അറിയാം, നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ കഴിക്കണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞോളൂ, വേറെ അമ്മമാർക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ അവന്റെ ഈറ്റിനിടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം. തമ്പുവിന് ഫോർമുല മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? 6 മാസം അവന് എക്സ്ക്ലൂസീവായിട്ടും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണോ കൊടുത്തിട്ടുള്ളത്? കുറച്ചധികം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഞാൻ 6 മാസം അവന് എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് ഫോർമുല കൊടുക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 24/7 അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എപ്പോൾ വേണമെങ്കിലും അവൻ ഡിമാൻഡ് ചെയ്യണ ഏത് സമയത്ത് അവന് പാല് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വേറെ ഒന്നും പോവാത്തോണ്ടിട്ട് നമുക്ക് ഫോർമുലയിൽ ആശ്രയിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ പാലങ്ങനെ ബുദ്ധിമുട്ടില്ലാഞ്ഞുകൊണ്ട് അതും നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അവന് ഒരു പ്രാവശ്യം നമ്മൾ ഫോർമുല കൊടുത്തിട്ടുണ്ട്, അത് ഹോസ്പിറ്റലിൽ ജയിലിൽ പിറ്റേ ദിവസം മിൽക്ക് പ്രൊഡക്ഷൻ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുഞ്ഞിന് തികയില്ല എന്ന് പറഞ്ഞിട്ട് 1-2 പ്രാവശ്യം ആ ഗോകർണത്തില് ഒരു ഇച്ചിരി കൊടുത്തിട്ടുണ്ട്. അത് അവൻ അത്ര കണ്ട് കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എക്സ്ക്ലൂസീവായിട്ട് 6 മാസവും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് അവന് ഫീഡ് ചെയ്തിട്ടുള്ളത്. ഫോർമുല അങ്ങനെ ഞാൻ കൊടുത്തിട്ടില്ല. ഫോർമുല കൊടുക്കണമെന്ന് നല്ലതാണ്. അത് നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് പല ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ജോലിക്ക് പോണവർക്കൊക്കെ ചിലപ്പോൾ ഫോർമുല കൊടുക്കേണ്ടി വരും. രണ്ടും ഈക്വൽ ആണ്, വലിയതൊന്നുമില്ല. പിന്നെ അമ്മയുടെ പാലാണ് കുഞ്ഞിന് കുറച്ചും കൂടി നല്ലത് എന്ന് എപ്പോഴും പറയും. പിന്നെ ഞാൻ എപ്പോഴും ഫോർമുല നോക്കാണ്ട് എനിക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
പിന്നെ വന്നേക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോ സാധാരണ ഇതുപോലത്തെ ഡ്രസ്സൊക്കെയാണല്ലോ എപ്പോഴും ഇടാറ്. അപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോ കുഞ്ഞിനെ എങ്ങനെയാണ് ഫീഡ് ചെയ്യുക എന്നുള്ളത് അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ തന്നെ അതിൽ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു കവറപ്പ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കവറപ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഉടുപ്പിങ്ങനെ ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് പാല് കൊടുക്കാവുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യണം, ബ്ലൗസും സാരിയൊക്കെ അല്ലേ, അല്ലെങ്കിൽ ചുരിദാറൊക്കെ അല്ലേ ഇടുന്നത്. അപ്പൊ നമുക്ക് ആ കവറപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് പൊക്കണം, അതൊന്നും ആരും പുറത്ത് കാണില്ല. ഞാൻ അങ്ങനെയാണ് മെയിൻലി ചെയ്യാറ്. ഫീഡിങ് കുർത്താസ് യൂസ് ചെയ്യണം നല്ലതാണ്. ഞാൻ പിന്നെ അങ്ങനെ എപ്പോഴും ഫീഡിങ് കുർത്ത നോക്കാറില്ല. എനിക്ക് കുറച്ചുകൂടി രസമുള്ള ഉടുപ്പൊക്കെ കാണുമ്പോൾ ഞാൻ അതൊക്കെ മേടിച്ചിടും. അപ്പൊ ഞാൻ കവറപ്പുള്ളതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പിന്നെ തമ്പൂനും അത് പ്രശ്നമല്ല. പിന്നെ ആരൊക്കെ കമന്റ് ചെയ്തു, എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് ഓക്കെ ആയിരിക്കില്ല കവറപ്പ്, അതായത് അവരുടെ മേത്തേക്ക് കൂടി ആ ഒരു ഇത് കിടക്കുമല്ലോ, അത് കിടക്കുമ്പോഴേക്കും എന്താ പറയാ, അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്, അവർ പാല് കുടിക്കില്ല, തട്ടിക്കളയും എന്നൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ പിന്നെ ഫീഡിങ് കുർത്തി തന്നെ നോക്കണം. തമ്പൂര് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഞാനത് അവന്റെ മേത്തേക്ക് ഇട്ടാലും അവർക്ക് ശ്വാസം മുട്ടൊന്നും ഇല്ല കേട്ടോ. അതായത് ഇത്ര ഇവിടെയൊക്കെ ഓപ്പണിംഗ് ആണ്, നമ്മുടെ കഴുത്തൊക്കെ ഓപ്പണിംഗ് ആണ്. അവർക്ക് അതിന്റെ ഉള്ളിൽ ഒരു സഫക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെയാണ് കൊടുക്കാറ്. ഞാൻ കവറപ്പ് യൂസ് ചെയ്തിട്ടാണ് എവിടെ വേണമെങ്കിലും നമുക്ക് പാല് കൊടുക്കാൻ പറ്റും. ഏത് പബ്ലിക് പ്ലേസിലും പാല് കൊടുക്കാൻ പറ്റും, ഒരു കുഴപ്പമുണ്ടാവില്ല. സോ ഞാൻ നല്ല കവറപ്സ് വേണമെങ്കിൽ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ദുപ്പട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം, ആർക്കും ഉണ്ടാക്കാം. ആരും ഭയങ്കര കൈൻഡ് ആയിട്ട് എൻ്റെ അടുത്ത് എന്താണ് നിങ്ങളുടെ കറന്റ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്റെ കറന്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഐ എം വെരി ഹാപ്പി, വെരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. ഞാൻ വളരെ സന്തോഷവതിയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് മൈ കറന്റ് അവസ്ഥ. ഹെയർ കട്ട് ചെയ്തതിൽ റിഗ്രഷൻ ഉണ്ടോ, ഹെയർ കെയർ വീഡിയോ ആഫ്റ്റർ ഹെയർ കട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ റിഗ്രഷൻ ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ നോക്കുമ്പോഴേക്കും ഇത്രയും മുടി എനിക്കുണ്ടായിരുന്നോ എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അല്ലാണ്ട് മുടി വെട്ടുണ്ടായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മുടിയാണ്, അത് വളരും എന്നുള്ളത് നമുക്കറിയാം. അത് നിങ്ങൾ നല്ലൊരു ഹെയർ ഓയിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യട്ടോ. കിട്ടില്ല ഹെയർ ഓയിലാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോസ്റ്റ് പാർട്ടം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യത്തിന് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഹെയർ ഫോൾ. സോ നിങ്ങൾ നല്ലൊരു ഹെയർ ഓയിൽ നോക്കണമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം. കിടിലാണ്. പക്ഷെ ഓയിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെയർ ഫോൾ ഒക്കെ നല്ലോണം കുറഞ്ഞു. ആ ഒരു ഓയിൽ മാത്രമല്ല, ഞാൻ സീറം അതും ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും എന്തൊക്കെയാണ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത്. ഹെയർ വെട്ടിയതുകൊണ്ട് ഞാൻ ഭയങ്കരമായ കെയർ ഒന്നും, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് കെയർ കൊടുത്ത് ഇപ്പൊ തന്നെ എന്റെ മുടി പണ്ടത്തെ പോലെ ആക്കണമെന്നൊന്നും എനിക്കില്ല. മുടി വെട്ടിയതല്ലേ, ആ വെട്ടിയ മുടി, പക്ഷെ മുടി കുറച്ച് ദിവസമെങ്കിലും ആ സ്റ്റൈലിൽ കിടന്നോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് എനിക്ക്. ആൻഡ് എന്റെ ഹെയർ പെട്ടെന്ന് തന്നെ വളർന്ന ഹെയർ ആണ്. എനിക്കിപ്പോ പെട്ടെന്ന് അത്യാവശ്യം വളർന്നിട്ടുണ്ട്. എനിക്ക് നേരത്തെ മുടി ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റില്ലായിരുന്നു, തന്നെ ക്ലിപ്പൊന്നും ഇല്ലാണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനെ കെട്ടിയൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. സോ എനിക്ക് റിഗ്രഷൻ ഒന്നും ഇല്ല. ഹെയർ കെയറിന് ഞാൻ ഓയിലും സിറവും എല്ലാം യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ്. ആരോ എന്നെ biryani.com കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. എന്നെ കുറെ പേര് ഇങ്ങനെ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടൊക്കെ എനിക്ക് അയക്കാറുണ്ട്. നിങ്ങളൊക്കെ എന്നെ കാണുമ്പോൾ എന്നോട് ഒന്ന് സംസാരിക്കും. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ നിങ്ങളെയൊക്കെ പരിചയപ്പെടാനായിട്ട്. എന്നെ കാണുമ്പോൾ മാറി നിൽക്കാണ്ട് ഇങ്ങനെ മാത്രം നോക്കാണ്ട് ഓടി വന്ന് എന്നോട് സംസാരിക്കും. എനിക്കറിയില്ലല്ലോ നിങ്ങൾക്ക് എന്നെ അറിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അങ്ങോട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്നോടൊന്ന് സംസാരിക്കല്ലോ. എനിക്ക് യാതൊരു പ്രശ്നമുള്ള ഒരാളല്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മെസ്സേജ് അയക്കണ ആ ഒരു സമയത്ത് നിങ്ങൾ എന്നോട് സംസാരിക്കും. എനിക്ക് അത്രയും സന്തോഷമാണ്. ചേച്ചിയുടെ പഴയ വെയിറ്റ് മിസ് ചെയ്യുന്നുണ്ടോ, ചേച്ചി എങ്ങനെയാണ് വെയിറ്റ് ലോസ് ആക്കിയത്, വെയിറ്റ് ഗെയിൻ ചെയ്തത് എങ്ങനെയാണ്, ആഫ്റ്റർ ഡെലിവറി എങ്ങനെയാണ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നത്, വയറ് കുറച്ചത് എങ്ങനെയാണ്, ഇതെല്ലാം ഒരു കുറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ഒറ്റ ഇതായിട്ട് പറയാണ്. ഞാൻ പഴയ വെയിറ്റ് മിസ് ചെയ്യാനുണ്ടോ, ഒരിക്കലും ഇല്ല. എന്നെ ഏറ്റവും അടുത്തറിയണവർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം വെക്കാനായിട്ട് ഇങ്ങനെ തപസ് നിന്ന ഒരാളാണ്. ആ ഒരാൾ കുറച്ച് വണ്ണം വെക്കുമ്പോൾ അഫ്കോഴ്സ് നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാനൊന്ന് പ്രഗ്നന്റ് ആയി. അപ്പൊ ഞാൻ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്തു, അത്രേ ഉള്ളൂ. പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ വെയിറ്റ് വെച്ചത്. ആൻഡ് ഞാൻ പ്രഗ്നൻസിക്ക് ശേഷം ബോഡി അങ്ങനെ ഫിറ്റ് ആയിട്ട് വെച്ചത്. അങ്ങനെ ഫിറ്റ് ആയിട്ട് വെക്കാൻ മാത്രമൊന്നുമില്ല. ഞാനിപ്പോ സ്വിമ്മിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഫിറ്റ്നസ് ആയിട്ട് ഞാൻ സ്വിമ്മിംഗ് ആണ് എടുത്തേക്കുന്നത്. ജിമ്മിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അവിടെ ചെന്നിട്ട് കുറെ നേരം അതും ഇതൊക്കെ ചെയ്യാനായിട്ട് എനിക്കത് പറ്റുമൊന്നുമില്ല, ഭയങ്കര മടിച്ചാണ് ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വിമ്മിംഗ് ആകുമ്പോൾ ഫുൾ ബോഡി എക്സസൈസ് ആണ്, ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. എനിക്കാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എക്സസൈസ് ആയി നല്ല എന്റർടൈൻമെന്റും ആണ്. ഒട്ടും ബോറും അടിക്കില്ല, ഒട്ടും ഭയങ്കര നമുക്ക് ഇതൊന്നും തോന്നുന്നില്ല, മടുപ്പൊന്നും തോന്നുന്നില്ല, പോവാതിരിക്കാൻ തോന്നുന്നില്ല. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്വിമ്മിംഗ് ക്ലാസ്സിൽ പോയാൽ മതി. എല്ലാ ദിവസവും എന്റെ ഫേവറേറ്റ് ടൈം സ്വിമ്മിംഗ് ക്ലാസ്സിൽ പോകണമായിരിക്കും. ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറയിലെ സ്ലീബ സ്വിമ്മിംഗ് ഹബിലാണ് പോകുന്നത് കേട്ടോ. അടിപൊളിയാണ്, അടിപൊളി കോച്ചുമാരുമാണ്, അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ്, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിമ്മിലൊക്കെ പോകാൻ മടിയുള്ളവരാണെങ്കിൽ സ്വിമ്മിംഗ് ക്ലാസ് ജോയിൻ ചെയ്തോളൂ, കിടിലനാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സസൈസിന്റെ ഭാഗമായിട്ട് ഞാനിപ്പോ സ്വിമ്മിംഗ് മാത്രമാണ്, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ചിലപ്പോൾ വണ്ണം കുറയാനും കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ എന്റെ വയറ് കുറച്ചോന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നിങ്ങൾക്ക്
കാണുന്നുണ്ടോ? ഈ ഒരു വയർ എനിക്കുണ്ട്. അങ്ങനെ നമ്മൾ 9 മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതല്ലേ. അത് പെട്ടെന്ന് പോകൂല. അത് പയ്യെ 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 തന്നെ പോകുള്ളൂ. അത് നമ്മൾ അതിനോട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കോൺഷ്യസ് ആവാണ്ടിരുന്നാൽ മതി. അതിന് അതിന്റെ വഴിയെ വിട്ടു കഴിഞ്ഞാൽ അത് പയ്യെ കറക്റ്റ് ആയിക്കോളും. പിന്നെ നമ്മുടെ ചുറ്റിനും ആൾക്കാർ ഇങ്ങനെ കളിയാക്കൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇതാവും. അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. ഈ ചെവിക്കൂടി കേട്ടിട്ട് ഈ ചെവിക്കൂടി വിടുക. പക്ഷെ അത് ഭയങ്കര ഹാർഡാണ് അങ്ങനെ കേട്ട് വിടാനായിട്ട്. പക്ഷെ അതേ പറ്റുള്ളൂ നമുക്ക്. എനിക്ക് അങ്ങനെ വയറ് പെട്ടെന്ന് കുറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് ഒരുപാട് വയറല്ല, എന്നാലും എനിക്ക് ആവശ്യത്തിനുള്ള വയറും കാര്യങ്ങളുണ്ട്. അത് അവിടെ തന്നെ ഉണ്ട്. എന്റെ കുമ്പൊന്നും കുറഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കണമല്ല. ചില ആംഗിളിൽ നിന്നോ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോഴേക്കും എന്റെ വയറ് കാണാത്തതാണ്. എനിക്ക് അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് വെയിറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. ഈ ഒരു വെയിറ്റിൽ അങ്ങനെ പോയാൽ മതിയായിരുന്നു. പിന്നെ എന്റെ ഡെലിവറിക്ക് മുന്നേ എനിക്ക് എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു, ഡെലിവറിക്ക് ശേഷം, ഡെലിവറി ടൈമിൽ എത്ര ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഡെലിവറിക്ക് മുന്നേ 45-46 ഞാൻ ഡെലിവറി പ്രഗ്നൻസി എന്നെ സ്റ്റാർട്ട് ചെയ്തത്. പ്രഗ്നൻസിക്ക് മുമ്പട്ടെ, ഡെലിവറിക്കല്ല, പ്രഗ്നൻസിക്ക് മുന്നേ ഒരു 45 ആയിരുന്നു. എൻഡ് ഓഫ് ദ പ്രഗ്നൻസി ആയപ്പോഴേക്കും ഒരു 9 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു 70ന്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഒരു കറന്റ് 60 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. തമ്പുവിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കാറ്, എങ്ങനെ കൊടുക്കാറ്, അതെങ്ങനെയാ പ്ലാൻ ചെയ്യണേ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. തമ്പുവിന് ഞാൻ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ മുട്ടയുടെ ഉണ്ണി, ഞങ്ങളോട് ഡോക്ടർ മുട്ടയുടെ ഉണ്ണി മാത്രം കൊടുത്താൽ മതി, വെള്ള 1 വയസ്സ് കഴിഞ്ഞ് കൊടുക്കാനാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത്. സോ ഞാൻ ഉണ്ണി മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ ചോറ കൊടുക്കാറുണ്ട്. രാവിലെ മിക്കവാറും കുറുക്കായിരിക്കും, റാഗിയുടെ കുറുക്കോ കണ്ടങ്കാ കുറുക്കോ ഏത്തക്കാ കുറുക്കോ അങ്ങനെ എന്തെങ്കിലും കുറുക്കായിരിക്കും. ഉച്ചക്ക് ചോറാണ് ഞാൻ കൊടുക്കണം, മസ്റ്റായിട്ട് ഞാൻ ചോറ് കൊടുക്കും. ചോറിന്റെ കൂടെ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ അരച്ച കൊടുത്തോണ്ടത്, ഇപ്പൊ ഉടച്ചു കൊടുക്കാൻ തുടങ്ങി. വൈകുന്നേരം മിക്ക ദിവസം ഏത്തപ്പഴമായിരിക്കും. ഏത്തപ്പഴം അതിൽ നെയ്യിട്ടത്. ഏത്തപ്പഴം എനിക്ക് തോന്നുന്നു കേരളത്തിലെ പിള്ളേർ ഒരു പ്രത്യേകതരം ഭക്ഷണം തോന്നുന്നു, ഏത്തപ്പഴം പുഴുങ്ങിയത് വൈകുന്നേരം. മിക്കവാറും ഏത്തപ്പഴമായിരിക്കും. പിന്നെ അവന് ബോറടിക്കുമ്പോഴേക്കും ഇടക്കിടക്ക് മാറ്റി കൊടുക്കും. ഫ്രൂട്ട്സും സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കൊടുക്കും. എല്ലാം കൊടുക്കാം. ഡോക്ടറുടെ അടുത്ത് പറഞ്ഞാൽ എല്ലാ വെജിറ്റബിൾസും കൊടുക്കാം. പിന്നെ മുട്ട കൊടുക്കാം, ചിക്കൻ കൊടുക്കാം, എല്ലാം കൊടുക്കാം. ഞാൻ ചിക്കനും മീറ്റൊന്നും ഫിഷൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മുട്ടയുടെ ഉണ്ണി കൊടുക്കും. ഇനി അതൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എങ്ങനെ ഫുഡ് പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, സോറി, നിങ്ങൾക്ക് സിംപിളി വേണമെങ്കിൽ എഴുതി വെക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. നമുക്കൊരു ബുക്ക് എടുത്തിട്ട് മൺഡേ ട്യൂസ്ഡേ ഫ്രണ്ട്സ് അങ്ങനെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അങ്ങനെ പറഞ്ഞൊരു ടൈം ടേബിൾ പണ്ട് നമ്മൾ ഉണ്ടാക്കില്ലേ സ്കൂളിൽ, ഓരോ പീരീഡിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, അതുപോലെ നമുക്ക് ഇന്ന് എന്ത് കൊടുക്കണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കുറിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു മേക്ക് ബൈ പ്ലാൻ അങ്ങനെ എന്താ പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. ഒരു പ്രൊമോഷനും ഇല്ല, വെറുതെ ഞാൻ തന്നെ ആർക്ക് വേണമെങ്കിലും എന്താണ് ഇൻസ്റ്റാൾ ചെയ്യാം, ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ നോക്കട്ടെ, അതിന്റെ പേര് ഇപ്പൊ തന്നെ പറഞ്ഞു തരാം, ഒരു സെക്കൻഡ്. അതായത് മീൽ പ്ലാനർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ, ഞാൻ നേരത്തെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിലാകുമ്പോൾ നമുക്ക് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഓരോ ദിവസം ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. പിന്നെ അതിന്റെ ഇടയിൽ സ്നാക്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ ആഡ് ഓൺ ചെയ്യാം. അതാകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഫോണിൽ നോക്കിയാൽ മതി, ഇന്ന് എന്താണ് കുഞ്ഞിന് കൊടുക്കേണ്ടത് അത് കൊടുക്കാം. സോ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. എന്റെ കയ്യിൽ ഇതേ ആപ്പ് ഉണ്ട് കേട്ടോ, ഇതിലുണ്ട്. സോ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. RLVയിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് PG ചെയ്യാത്തത്, ഇതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ ആയിട്ട് നിൽക്കുകയാണ്. RLVയിൽ അഡ്മിഷൻ എടുക്കുന്നതിനെ പറ്റി ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കറന്റ് എനിക്ക് അറിയില്ല അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് RLVയുടെ വെബ്സൈറ്റ് ഉണ്ട്, www.rlv.in എന്നാണെന്ന് തോന്നുന്നു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവരുടെ നമ്പർ എടുത്തിട്ട് വിളിക്കാം. ഒരു ഏപ്രിൽ മെയ്യിലൊക്കെ നിങ്ങളൊന്ന് അന്വേഷിക്കുന്നതായിരിക്കും ബെറ്റർ. അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അപ്ലൈ ചെയ്യണോ ഓൺലൈൻ ആണോ എന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. ഞാൻ അവിടെ പോയിട്ടാണ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അവർ നമ്മളിപ്പോൾ ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, പാട്ടാണെങ്കിൽ പാട്ട്, ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ അത്, ഇൻസ്ട്രുമെന്റ്സിന്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ആർട്സ് ആണെങ്കിൽ വരച്ചൊക്കെ കാണിക്കണം. എന്താണോ അതിന്റെ എല്ലാ കോഴ്സിലും ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ പാസ്സാവണം നമ്മൾ. ഡാൻസ് ആണെങ്കിൽ അവർ പറയണം, നമ്മൾ കളിച്ച് കാണിക്കണം. നിങ്ങൾക്ക് ഡാൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയണത് പോലെ ജസ്റ്റ് ബേസിക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഗൂഗിളോ യൂട്യൂബ് ഒക്കെ നോക്കി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവർ നമ്മളോട് ചോദിക്കും നേരത്തെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഡാൻസ് ആണെങ്കിൽ ഡാൻസിന്റെ ഇതാണ് പറയുന്നത്. ഡാൻസ് ആണെങ്കിൽ നമ്മൾ കളിച്ച് കാണിക്കണം. അതുപോലെ തന്നെ പാട്ട് പാടാൻ പറയും. പാട്ട് പാടാൻ പറയുമ്പോൾ നമ്മൾ കൂടുതലും കർണാട്ടിക് സോങ്സ് ഒക്കെ പാടാനായിരിക്കും നല്ലത്. സിനിമാറ്റിക്കിനേലും മറ്റേതാകുമ്പോൾ കുറച്ചുകൂടി ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് റിട്ടേൺ ടെസ്റ്റ് ഒന്നുമില്ല, ഇത് രണ്ടും ഉള്ളൂ. പിന്നെ അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അതിൽ സെലക്ട് ചെയ്യും. ലിമിറ്റഡ് സീറ്റുള്ളൂ, 20
15 സീറ്റേ ഉള്ളൂ. അതിലൊരു 10,000 മറ്റേ റിക്വസ്റ്റും വരും കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ നിന്ന് അവരുടെ നമ്മുടെ കഴിവും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് അവിടെ ഉള്ളത്. സോ ഇങ്ങനെയാണ് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഇത്. അവിടെ പോയി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അവർക്ക് വെബ്സൈറ്റിൽ നോക്കാം, അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് ഞാൻ എന്തുകൊണ്ട് PG ചെയ്തില്ല, എനിക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല PG ചെയ്യാൻ, എങ്കിലും ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു എന്നോട്. എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലും എൻ്റെ വീട്ടിലും എല്ലാവരും തലക്കടിക്കായിരുന്നു PG ചെയ്യുന്നു പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതൊരു എക്സ്ക്യൂസ് ആക്കി ഞാൻ PG ചെയ്തേ ഇല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ PG എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ PG ചെയ്തില്ല, എനിക്ക് മടിയാണ്. തമ്പു വന്നതിന് ശേഷവും തമ്പു വന്നതിന് മുന്നേ ഉള്ള എൻ്റെ ലൈഫ്, എന്റെയും എൻ്റെ ഹസ്ബൻഡിന്റെ ലൈഫ് എങ്ങനെയാണ്, അതിന്റെ ചേഞ്ചും ഇതൊക്കെ പറയണ്ടേ. അഫ്കോഴ്സ് ചേഞ്ച് ഉണ്ട്. ഒരാളും കൂടി നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. തമ്പു വന്നതുകൊണ്ട് ഭയങ്കരമായ ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ചേഞ്ച് ഒട്ടും ഇല്ല എന്നും പറയാൻ പറ്റില്ല. ആ ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ബിക്കോസ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും എല്ലാവരും നമുക്കിങ്ങനെ ഏത് സമയത്തും ഹെൽപ്പിനായിട്ട് ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഇതുവരെ കുഞ്ഞിനെയും കൊണ്ട് പെടണ വന്നിട്ടില്ല. അതുപോലെ തന്നെ തമ്പു വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും മാത്രമായിട്ടുള്ള ടൈം ഓഫ് കോഴ്സ് കുറഞ്ഞു, അവനും കൂടി ഉണ്ട്. പിന്നെ രാത്രിത്തെ ഉറക്കമൊക്കെ ഇപ്പം പയ്യെ പോയി തുടങ്ങുന്നുണ്ട്. അതൊക്കെയാണ് വലിയ വലിയ ചേഞ്ചുകൾ. പിന്നെ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയ പോലെ ഫീൽ ചെയ്യും എനിക്ക്. നമ്മളെ എന്നിട്ടാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളുണ്ട്. സോ നമ്മൾ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആവണം, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ കുട്ടിക്കളിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. എനിക്ക് ഭയങ്കരമായ ചേഞ്ച് ഒന്നും ഇല്ല, എന്നാൽ ചേഞ്ച് ഉണ്ട് താനും. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. അതൊക്കെയാണ് ബേസിക്കലി ചേഞ്ചസ്. എൻ്റെ ഫോണിന്റെ വാൾപേപ്പർ എന്താണെന്ന് ചോദിക്കണ്ടു. ഇതാണ് എൻ്റെ ഫോണിന്റെ വാൾപേപ്പർ. ഞാനും എൻ്റെ മകനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. അത് പല വാൾപേപ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഓരോ മൂഡ് പോലെ, ചിലപ്പോൾ ഞാൻ കിച്ചാമിനും കൂടി ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ തോന്നണമെങ്കിൽ എൻ്റെ വിഷൻ ബോർഡ് ആയിരിക്കും. അങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത വാൾപേപ്പറാണ് കേട്ടോ. ചിലപ്പോൾ തമ്പു മാത്രമായിരിക്കും, ചിലപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഉണ്ടാവും, ചിലപ്പോൾ കിച്ചാമ മാത്രമായിരിക്കും, കിച്ചാമ മാത്രമുള്ള ഫോട്ടോ, പിന്നെ അല്ലെങ്കിൽ തമ്പുവും കിച്ചാമനും കൂടിയുള്ള ഫോട്ടോ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കറന്റ് എൻ്റെ ഫോട്ടോ ഞാനും തമ്പും കൂടി ഉള്ളതാണ്. അതാണ് കറന്റ് എൻ്റെ വാൾപേപ്പർ. എൻ്റെ ഹസ്ബൻഡിന്റെ വാൾപേപ്പർ ചോദിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. ചിലപ്പോൾ ഞാനും തമ്പു കൂടി ഉള്ളതായിരിക്കും, ചിലപ്പോൾ കിച്ചാമനും തമ്പും കൂടി ഉള്ളതായിരിക്കും, തമ്പുവിൻ്റെ ആയിരിക്കും. ഞാൻ എന്തായാലും ഒന്ന് നോക്കിയിട്ട് ഇവിടെ കൊടുക്കാം. ഇതാണ് കിച്ചാമിൻ്റെ ഇത്. എനിക്കറിയില്ല, നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് നോക്കിക്കോളൂ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് എന്തായാലും എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തേക്കാം. ഈവിളയിൽ വിശ്വാസമുണ്ടോ, മാനിഫെസ്റ്റേഷനിൽ വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ആളുടെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പേര് പറഞ്ഞാലോ. ഈവിളയിൽ ഞാൻ വലിയ കാര്യമായി വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളല്ല, പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വല്ലാണ്ട് വിശ്വസിച്ചു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഛർദിലൊക്കെ എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, എങ്ങനെയുണ്ട്, ഛർദിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ നല്ല ഇതിൽ പറഞ്ഞു, അമ്മ ഛർദിലൊന്നും എനിക്കില്ല, ഒരു കുഴപ്പമില്ലെന്ന്. ഒരു കുഴപ്പമില്ലേ, ഛർദിലൊന്നും ഇല്ലേ എന്ന് ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അന്ന് രാത്രി എനിക്ക് ചുമയായി, തലവേദനയായി, തൊണ്ടവേദനയായി, ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാ. അന്ന് ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ ഒടുക്കത്തെ കണ്ണാണല്ലോ എന്ന് ഓർത്തു. ഒരു കുഴപ്പമില്ലാതെ അന്ന് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. അന്ന് രാത്രി എനിക്ക് വയ്യാണ്ടായി, 2 ദിവസത്തേക്ക് കണ്ടും എനിക്ക് തൊണ്ടവേദനയൊക്കെ ആയിരുന്നു തോന്നുന്നു. അന്ന് ഞാൻ വല്ലാണ്ട് ഈവിളയിൽ വിശ്വസിച്ചു. ഈവിളയൊക്കെ ഉള്ളതാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് പറഞ്ഞോളൂ. ആൻഡ് മാനിഫെസ്റ്റേഷൻ ഭയങ്കര റിയൽ ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഒരു 80% ഒക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്ത് തരം ഡ്രസ്സസ് ആണ് കൂടുതൽ ചൂസ് ചെയ്യണത്, എന്ത് തരം ഡ്രസ്സസ് ആണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി ചൂസ് ചെയ്യണതെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ കൂടുതലും ചൂസ് ചെയ്യണത് കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. എനിക്ക് ജീൻസ്, ടോപ്പ്, അങ്ങനത്തെ ഡ്രസ്സസ് ഒക്കെ എനിക്ക് കുറച്ചും കൂടി ഇടാൻ താല്പര്യം. പിന്നെ എനിക്ക് കുർത്തീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതും ഇഷ്ടമാണ്. ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ മറ്റേതിൽ ഇടുമ്പോഴേക്കും നല്ല കംഫർട്ടബിൾ ആണല്ലോ, പെട്ടെന്ന് നമുക്ക് ഇട്ടിട്ട് എവിടെ വേണമെങ്കിലും പോവാം. കുർത്തീസും ഇതാണ്. സാരിയും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സുകളും ഇഷ്ടമാണ്. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് എപ്പോഴും ഇടാനായിട്ട് കുറച്ച് ജീൻസ് ടോപ്പ്, വെസ്റ്റേൺ വെയർ സാധനങ്ങളിലായിരിക്കും. തമ്പൂനെ എനിക്ക് ഇടിക്കാൻ ഇഷ്ടമുള്ളത് ഈ നിക്കറും ബനിയാനൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. തമ്പു ഇടുന്നത് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഡംഗ്രീസ് അങ്ങനെ എന്തോ ഒരു ഡ്രസ്സിന്റെ പേര്, അങ്ങനെയാണോ പറയണമെന്ന് അറിയില്ല. അതുപോലെ വൺസീസ്, റോംബർ, അങ്ങനത്തെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ തമ്പൂന് ഇടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ ദൈവമേ, എന്റെ അണ്ടർ ആം കെയർ ചോദിച്ച് ഇത്രയും ആൾക്കാർ വരും ഞാൻ വിചാരിച്ചേ ഇല്ല. ഞാൻ ഏതോ ഒരു ഡിന്നർ നൈറ്റിന് പോകുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീല് സ്ലീവ്ലെസ് ഡ്രസ്സാണ്. അപ്പൊ ഞാൻ എന്തിനോ ഇങ്ങനെ
കൈ പൊക്കിയപ്പോഴേക്കും എന്റെ അണ്ടർആം കണ്ടിട്ട് അയ്യോ എൻഡ്രാമിൽ ഒട്ടും ഡാർക്ക്നെസ് ഇല്ല, ഒട്ടും പിഗ്മെന്റേഷൻ ഇല്ല, ഇത് എങ്ങനെയാ കെയർ ചെയ്യണത്, എങ്ങനെയാ എത്ര ക്ലിയർ ആയിട്ട് വെച്ചേക്കണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആകെ യൂസ് ചെയ്യണത് റോൾ ഓൺ ആണ്, നമ്മുടെ കാർമേസിയുടെ ഗ്ലോ റിവൈവിൻ റോൾ ഓൺ. ഞാൻ അത് ഏതൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ അല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ യൂസ് ചെയ്യണില്ല. എനിക്ക് ഒരുപാട് ഡാർക്ക്നെസ് ഇല്ല, ഡാർക്ക്നെസ് കളയാനും ഇതായിട്ടില്ല. പിന്നെ എന്റെ പിഗ്മെന്റേഷൻ ഒക്കെ പോകാനും നല്ലതാണ്. നമുക്ക് കഴുത്തിലൊക്കെയുള്ള പിഗ്മെന്റേഷൻ ഒക്കെ കുറച്ചു കൊണ്ടുവരും. ആഫ്റ്റർ ഡെലിവറി സ്റ്റിച്ച് പെയിൻസ് ഉണ്ടായിരുന്നു, നോർമൽ ആവാൻ എത്ര ഡേ എടുത്തു, ആഫ്റ്റർ ഡെലിവറി എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു എന്ന് പറയാം. എനിക്ക് ആഫ്റ്റർ ഡെലിവറി സ്റ്റിച്ച് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റിച്ച് ഇട്ടതും ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വേദനയും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നോർമൽ ഡെലിവറി ആവാൻ എത്ര ഡേ എടുത്തു എന്ന് പറയാം. ഞാൻ രാത്രി പോയി വെളുപ്പിന് പ്രസവിച്ച് 8 മണിയായപ്പോൾ തിരിച്ച് രാത്രി പോയി ഒരു 8 മണിക്ക് പ്രസവിച്ച് ഒരു ഉച്ചയായപ്പോഴേക്കും തിരിച്ച് റൂമിലെത്തിയ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ദിവസങ്ങളൊന്നും എടുത്തില്ല, പെട്ടെന്നായിരുന്നു ഒരു ഡെലിവറി. എനിക്ക് ഡയലേഷൻ ഒക്കെ ഇങ്ങനെ ഈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഡേറ്റ്സ് അധികം എടുത്തില്ല. പിന്നെ ആഫ്റ്റർ ഡെലിവറി എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. എന്റെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു, നീയൊക്കെ നടക്കണമായിട്ട് എനിക്ക് അതിശയമാവാണ്. പണ്ടൊക്കെ ഞാൻ അമ്മയുടെയൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ വരെ പേടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, നിനക്കൊക്കെ എന്തൊരു മനക്കട്ടിയാണ് എന്ന് എന്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, വേദന ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിനുള്ള മരുന്നൊക്കെ കഴിക്കണോണ്ടായിരിക്കും വേദനയൊന്നും അറിയാത്തത്. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് പറയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാനാണെങ്കിൽ വലിയ കാര്യമായിട്ട് പറയാൻ മാത്രമൊന്നുമില്ല, കുറച്ച് ലോങ് ആയിട്ടുള്ള. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പീരീഡ് എക്സ്പീരിയൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി വേണമെങ്കിൽ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ഒരുപാട് പേര് പണ്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ടോപ്പിക് വെച്ചിട്ട്, പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അറിയില്ല, ഞാൻ ചെയ്തില്ല. കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്. ഹൗ ഡു ഐ മാനേജ് ഓൾ ദീസ് തിങ്സ്, അതായത് ബേബി കെയർ, വീഡിയോ ഷൂട്ടിങ്, എഡിറ്റിംഗ്, വൈഫ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്നുള്ളത് അതിനൊരു ഒറ്റ ഉത്തരവുള്ളൂ, റീന ഗോപിയ. എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ ഉള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാ കാര്യവും മാനേജ് ചെയ്ത് പോണേ കേട്ടോ. ആള് നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ തമ്പുവിന്റെ കാര്യം ആയിക്കോട്ടെ, ആള് മാത്രമല്ല ഹസ്ബൻഡിന്റെ ബ്രദർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ തമ്പുവിനും അച്ഛന്റെ കയ്യിൽ തന്നെയാണ്. അച്ഛൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും. അച്ഛൻ തന്നെയാണ് മിക്കവാറും ഉറക്കണം. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കുഞ്ഞിനെ ഉറക്കുന്ന മെയിൻ ആൾ അച്ഛനാണ്. അതുപോലെ തന്നെ തമ്പു എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും അച്ചച്ച 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 അച്ചച്ച. തമ്പുവിന്റെ രാമനാമാണ് അച്ചച്ചൻ എന്ന് പറയുന്നത്. അച്ചച്ചനും അച്ഛമ്മയും അവൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഒന്നും തന്നെ അറിയണില്ല എന്ന് തന്നെ പറയാട്ടോ. അമ്മയാണെങ്കിലും ഇപ്പം വീട്ടിലെ കാര്യങ്ങളും കുക്കിംഗ് ഒക്കെ മെയിൻലി അമ്മ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അടിച്ചു വാരുക, പാത്രം കഴുകുക, അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അതും എനിക്ക് എന്നോട് അമ്മ ഇതുവരെയും അത് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അതിന്. ടച്ച് വുഡ്, അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ആളാണെങ്കിലും നല്ല സപ്പോർട്ടാണ്. എനിക്കിപ്പോ ഞാൻ ഉച്ച സമയത്താണ് വീഡിയോ എടുക്കുന്നത്, എപ്പോഴും വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണതൊക്കെ ഉച്ച സമയത്തായിരിക്കും. രാവിലെ നമ്മൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ആ സമയത്ത് ഇപ്പോഴും കുഞ്ഞ് അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങാണ്, ഹസ്ബൻഡ് അച്ഛന്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങാണ്. അപ്പൊ അവര് രണ്ടുപേരും ഉള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത് കേട്ടോ. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അവരില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താനെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഇങ്ങനെ ഇറക്കം ഓർക്കും, ഈശ്വര പോകാൻ ഇവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചു പോയാലെന്ന് വിചാരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോണത്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു, അത് ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് പോയത് എന്നുള്ളത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വളരെ സ്ലൈറ്റ് ആയിട്ട് അത് ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനെ ഉണ്ടായിരുന്നത് എനിക്ക് മെയിൻലി മൂഡ് സ്വിങ്സ് ഉള്ള ഒരാളല്ല ഞാൻ. ഇതിപ്പോ എന്റെ ഹസ്ബൻഡ് പിന്നെ എന്ന് പറയും കേട്ടോ. എന്നോട് ചോദിച്ചാൽ എനിക്ക് തീരെ മൂഡ് സ്വിങ്സ് ഒന്നുമില്ല. എനിക്ക് പീരീഡ്സ് ടൈമിലായാലും അങ്ങനെ മൂഡ് സ്വിങ്സ് ഒന്നും ഉള്ള ഒരാളല്ല ഞാൻ ഭയങ്കര കാഷ്വൽ ആയിട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്രഷൻ വരും എന്നുള്ളതിൽ, ഡിപ്രഷൻ വരില്ല എന്നുള്ളതിൽ എനിക്കൊരു 99% ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ വലിയ കാര്യമായ ഡിപ്രഷൻ ഒന്നും വരാൻ പറ്റില്ല. പക്ഷെ ഇമോഷണലി ഞാൻ ഭയങ്കര എന്താ പറയാ, ഇമോഷണലി ഞാൻ കുറച്ച് തകർന്ന സമയമൊക്കെ ഉണ്ട്. അതായത് എന്തെടുത്താലും എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. അത് നമ്മളെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്ത് ഇപ്പം ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ നോക്കാനൊന്നും അറിയില്ലല്ലേ എന്ന് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ്. അതായത് ആർക്കും അറിയില്ല, ആദ്യമായിട്ട് ഉണ്ടാവുന്ന കുഞ്ഞിനെ നമ്മളൊക്കെ ആർക്കും നോക്കാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് ഞാനിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചെറുതെന്തെങ്കിലും വെറുതെ തമാശക്ക് പറഞ്ഞപ്പോൾ ഞാനിരുന്ന് കരയും. അല്ലെങ്കിൽ എൻ്റെ മോനൊന്നും 2 പ്രാവശ്യം കൂടുതൽ തുമ്മിയാൽ ഞാൻ കരയും. അങ്ങനെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ്. അതിപ്പോഴും അതെ കേട്ടോ. തമ്പു വലുതാവണ കാര്യം ആലോചിച്ച് ഞാൻ കരയും. അത് എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കും. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കണ കണ്ടാൽ ഞാൻ ഇരുന്ന് കരയും, ഏതെങ്കിലും കുഞ്ഞുങ്ങൾ കരയണ കണ്ടാൽ ഞാൻ ഇരുന്ന് കരയും. അങ്ങനെ എൻ്റെ ഇമോഷണലി ഞാൻ അത്രയും പെട്ടെന്ന് കരയുന്ന
പെട്ടെന്നൊക്കെ കരയായിരുന്നു, പക്ഷെ ഇത്രയും പെട്ടെന്ന് കരയുന്ന ടൈപ്പ് ഓഫ് ആളല്ലായിരുന്നു. അപ്പൊ എന്റെ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണലി വൾണറബിൾ ആയി എന്നൊക്കെ പറയാം കേട്ടോ. അതൊഴികെ എനിക്ക് അങ്ങനെ വലിയ ഡിപ്രഷൻ ഒന്നും വന്നിട്ടില്ല, ഞാൻ ഇങ്ങനെ ഇതായിട്ടിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ കാര്യമൊന്നും വന്നിട്ടില്ല. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ചുറ്റിനുള്ള ആൾക്കാരാണ്. എന്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് അമ്മ, അച്ഛൻ, എന്റെ അമ്മ, ഹസ്ബൻഡ് ബ്രദർ, എന്റെ ബ്രദർ, അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവര് മാത്രമല്ല നമ്മുടെ ഹോൾ ഫാമിലിയും നമുക്ക് സപ്പോർട്ടാണ്. എന്റെ കുഞ്ഞിനെ എടുക്കാൻ ഇവിടെ ഒരു 100 കൂട്ടം ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവനൊന്ന് കൈമാറി പിടിക്കാൻ ആരില്ലല്ലോ എന്ന് വിചാരിച്ചൊന്നും എനിക്ക് വിഷമിക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനിപ്പോ എന്റെ വീട്ടിലായിരുന്നപ്പോഴും എന്താ പറയാ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ എനിക്ക് പോകേണ്ട വരാത്ത കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ വലിയ ഡിപ്രഷൻ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഇനിയും വരില്ല എന്ന് വിചാരിക്കണം. അതിന് ഞാൻ എന്റെ ചുറ്റിലുള്ള എല്ലാവരോടും ഭയങ്കര കട്ടപ്പെട്ടിരിക്കണം. ആൻഡ് ഓരോരുത്തരും അവർക്ക് ഇങ്ങനെയായിരുന്നു, അവരുടെ പോസ്റ്റ്മോർട്ടം സ്റ്റേജ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഈശ്വര ഭഗവാനെ, എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നില്ല. എനിക്കൊരു ലക്ക് ഫാക്ടർ എൻ്റെ ലൈഫിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ള ഇതിൽ നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പോൾ ഡിപ്രഷനിലൂടെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും പോകുന്നുണ്ടാവും. എന്തായാലും ഇങ്ങനെ മാത്രം വിചാരിക്കുക, ഇതിന്റെ ഒരു ഭാഗമാണ്, ഇതും കടന്നു പോകും, ഇനിയും നല്ല ദിവസങ്ങൾ നമുക്ക് വരും. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്. എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം അതുപോലെ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വിചാരിക്കും ഇതിപ്പോൾ ഞാൻ എൻ്റെ പോസ്റ്റ്മോർട്ടം സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ നമുക്ക് തോന്നും, നമ്മുടെ ഹോർമോണൽ ചേഞ്ച് ഒക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ തോന്നും, അത് മാറും, ഇങ്ങനെയല്ല ഇതിനിപ്പുറത്തെ ഒരു കാര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ പറഞ്ഞിതാക്കും. അപ്പം എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ട്രൈ ടു നമ്മളെ തന്നെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. ആൻഡ് ബാക്കി നമ്മളോട് ഇപ്പം അവരുടെ ഇവര് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഈ രീതിയിൽ അങ്ങ് കളയാം, മൈൻഡ് ചെയ്യണ്ട. ഇല്ലെങ്കിൽ ബാത്റൂമിൽ കുറെ അങ്ങോട്ട് ചീത്ത അറിയാം, അപ്പോൾ ഒരു മനസ്സമാധാനം കിട്ടും. ഞാൻ ബേസിക്കലി എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കിച്ചാവിനെ വിളിച്ചിട്ട് കുറച്ച് ചീത്ത അറിയും. കിച്ചാവിന് കൊടുക്കും, ഞാൻ എന്തിനിപ്പം ഞാൻ ഈ ചീത്ത മുഴുവൻ കേട്ടത്, അങ്ങനെ ഇതിലോട്ട് പാവന ഹസ്ബൻഡ് അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്യണതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡും എല്ലാവരും. ഹസ്ബൻഡ് ആണെങ്കിൽ രാത്രി പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകേണ്ട മനുഷ്യൻ രാത്രി മുഴുവൻ ഇരുന്ന് കുഞ്ഞിന് നോക്കും, ഞാൻ ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയെന്നൊക്കെ വരും. അപ്പോൾ അത്രത്തോളം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ആൾക്കാരുള്ളതുകൊണ്ടാണ് എനിക്ക് ആ ഒരു സ്റ്റേജിലൂടെ പോവാണ്ട് കുറച്ചുകൂടി നല്ലൊരു പോസ്റ്റ്മോർട്ടം സ്റ്റേജ് എനിക്ക് ഉണ്ടായത്. ഒരുപാട് ന്യൂ പാരന്റ്സ് വളരെ സ്ട്രെസ്ഡ് ആയി കാണുന്നത് കണ്ടിട്ടുണ്ട്. ലൈക്ക് ഒരു റൊട്ടീൻ സെറ്റ് ആക്കുന്നത്, ഓവർ പ്ലാനിങ്, അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. അഫ്കോഴ്സ് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്യും, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി ഫോളോ ചെയ്തിട്ടുണ്ടായത് തമ്പു എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു രീതിക്ക് നമുക്ക് പോകാം എന്നുള്ളതായിരുന്നു ഞാനും വിചാരിച്ചാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിലും നമ്മളൊരു നോ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. TV കാണാൻ പാടില്ല, ഫോൺ നോക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിലും ഫോൺ വീഡിയോ കോളൊക്കെ വരുമ്പോൾ പുള്ളിക്കാരനൊന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ട്, ഷുഗർ സോൾട്ട് ഒന്നും കൊടുത്തുകൂടാ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളും പ്ലാൻ ചെയ്യാറുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ വളർത്താൻ അങ്ങനെ വളർത്തുന്നത് നമ്മൾ വിചാരിക്കും. പക്ഷെ മെയിൻലി നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും അവൻ എങ്ങനെയാണ് പോണത് അതാണ്, ആ രീതിക്ക് നമുക്കും പോകാന്നാണ്. നമ്മൾ ഒരുപാട് ഓവർ പ്ലാൻ ചെയ്ത് അവൻ ഉദ്ദേശിച്ചതും അതും ആവില്ല, നമ്മൾ ഉദ്ദേശിച്ചെടുത്തും എത്തില്ല, അവൻ ഉദ്ദേശിച്ചെടുത്തും എത്തില്ലാണ്ട് ഒരു തുഴഞ്ഞു നിൽക്കണേ നല്ലത്. എന്താന്ന് മനസ്സിലാക്കി രണ്ടുപേരും കൂടി ഒന്ന് കൊളാബറേറ്റ് ചെയ്ത് അങ്ങ് പോണതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ ഓവർ പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല. പിന്നെ കിച്ചാവിന്റെ കാര്യത്തിന് നോ പറഞ്ഞാൽ ഞാനും മെയിൻലി നോ പറയാൻ ശ്രമിക്കും. പിന്നെ അവന്റെ ദയനീയമായ മോൻ കാണുമ്പോഴേക്കും എന്റെ മനസ്സൊന്നും നെട്ടണമെങ്കിലും നോ, രണ്ടുപേർക്കും ഒരേ ഒപ്പീനിയൻ ആവണം എന്നുള്ളതുണ്ട്. ഇപ്പൊ കിച്ചാവിന് ഒരു സാധനം പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഞാൻ ഒരു സാധനം പറ്റില്ല എന്ന് പറഞ്ഞാൽ കിച്ചാവിന് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടേ പറയാൻ പാടുള്ളൂ. കുഞ്ഞിന് 2 ഓപ്ഷൻ കൊടുക്കരുത്, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബേസിക്കലി നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ കുഞ്ഞിനനുസരിച്ചിട്ട് പോവുക, അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ. ഇപ്പൊ കുഞ്ഞിന് മോഷൻ പോകുന്നില്ല, അപ്പൊ അതിന് എനിക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ, അതിന് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കുറെ കുഞ്ഞിന്റെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയാം, എല്ലാ കുഞ്ഞുങ്ങളും ഡിഫറെന്റ് ആണ്. നിങ്ങളുടെ കുഞ്ഞിന് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് ആള് പറയണ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം എന്റെ കുഞ്ഞിന് വർക്ക്ഔട്ട് ആയ ഒരു കാര്യം നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആവണമെന്നില്ല. തമ്പു ചെറുതായ സമയത്ത് 10 ദിവസം ഒറ്റ അവൻ വയറ്റിൽ നിന്ന് പോയില്ല. ഞാനപ്പോ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന ആളെ ഇങ്ങനെ നോക്കുമ്പോഴേക്കും വിളിച്ചൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അത് നോർമലാണ്. 10 ദിവസമല്ല കേട്ടോ, 5-6 ദിവസം, 10 ദിവസം വരെ നോർമലാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. 5-6 ദിവസം വരെ ഒന്നും പോയിട്ടില്ല. എന്നിട്ട് ഞാൻ എന്തോ ഇങ്ങനെ കാണിച്ചാൽ പോകും. ഞാൻ എന്നിട്ട് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി, മോശം പോലില്ല, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ പോകും കാണിച്ചിട്ട് ഒരു ദിവസം ഞാൻ അങ്ങനെ എന്തോ കാണിച്ചപ്പോഴേക്കും റെഡി ആയിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ പുള്ളിനാര് കുഞ്ഞുങ്ങളുടെ ബമ്പമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മോഷൻ പോകും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ട്രൈ ചെയ്യണേക്കാൾ ഏറ്റവും ബെറ്റർ
നമ്മുടെ ഡോക്ടറെ കാണുക, നമ്മുടെ കാര്യം പറയുക, അപ്പോൾ അവർ അതിനുള്ളത് പറയും. ഞാൻ ഇത് ഒരാഴ്ച ട്രൈ ചെയ്ത് വർക്കൗട്ടായി. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആയില്ല. ഞാൻ അപ്പം തന്നെ അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ പ്രോബയോട്ടിക് അങ്ങനെ എന്തോ തന്നു. അത് കുടിച്ചപ്പോൾ തന്നെ ആൾ റെഡിയായി. പിന്നെ അതൊക്കെ നോർമലാണെന്ന് എനിക്ക് തോന്നുന്നത്. മോഷൻ പോവാതിരിക്കണതൊക്കെ. ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണും. ഒരു ബേബി ഗേൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട് കേട്ടോ, ഒരിക്കലൊക്കെ. അതായത് ഈ കടകളിൽ പോകുമ്പോഴാണ് എനിക്ക് മെയിനായിട്ട് തോന്നുക. ഈ ഡ്രസ്സൊക്കെ കാണില്ലേ, കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ് കാണാനായിട്ട്, ഫ്രോക്കൊക്കെ. അപ്പം എനിക്ക് ഈ ഗേൾ ബേബീസുള്ള മമ്മീസിനോടൊക്കെ ഭയങ്കര കുശുമ്പ് തോന്നും. എന്നിട്ട് ആമ്പിള്ളേർക്ക് അധികം ഓപ്ഷൻസ് ഇല്ല ഇപ്പോഴും. കുറച്ചുകൂടി വലുതായ പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. ഈ പ്രായത്തിലൊക്കെ തീരെ ഓപ്ഷൻ ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു കുഞ്ഞുകൂടി, ആ പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലൊക്കെ നടത്തായിരുന്നല്ലോ എന്ന് ചോദിക്കും. എൻ്റെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മോളാണ് ഉള്ളത്, ഹസ്ബൻഡിന്റെ ബ്രദറിന്. സോ അപ്പൊ എനിക്കങ്ങനെ പെൺകുട്ടികൾ വേണം എന്ന് തോന്നുമ്പോഴേക്കും ഞാൻ അവളെ പിടിച്ച് അവളുടെ മുടി 2 കെട്ടൊക്കെ കെട്ടി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഒരു തൃപ്തി. ഡേ ഇൻ മൈ ലൈഫ് ഇടോ, അതുപോലെ തന്നെ ലോങ് വീഡിയോ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ പകുതിയും മുക്കാലും മടിയാണ്, അതൊക്കെ കൊണ്ടാണ്. പക്ഷെ ഞാൻ ശരിക്കും ഞാൻ എൻ്റെ ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ പ്ലാൻ ചെയ്തതാണ് എല്ലാ മന്തിലും അറ്റ്ലീസ്റ്റ് 5 ലോങ് വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. ഞാൻ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്യാത്ത മാസങ്ങൾ വരെ ഉണ്ട് കേട്ടോ, ലോങ് വീഡിയോസ്. സോ നിങ്ങൾക്ക് ലോങ് വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. എന്ത് തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞ് കമന്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലത്തെയൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും, എനിക്ക് എടുക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ. ആഫ്റ്റർ ഡെലിവറി എനിക്ക് ബോഡി ഷെയ്മിങ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് എന്നല്ല, ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇങ്ങനെ കാണുന്നവരൊക്കെ വണ്ണം വെച്ചല്ലോ, വണ്ണം വെച്ചല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെനിക്കൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം വെക്കാനായിട്ട് താമസിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ എന്നോട് വന്നിട്ട് ഒരാൾ വണ്ണം വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി എനിക്കതൊരു ഷെയിമായിട്ട് പോലും ഫീൽ ചെയ്യില്ല. വണ്ണം വെച്ചു, ആ ഒരു ഫീൽഡിലാണ് ഞാൻ എടുക്കുന്നത്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ, പിന്നെ ഞാൻ ഒരുപാട് അങ്ങനെ വണ്ണം വെച്ചിട്ടില്ല. അങ്ങനെ ഏകദേശം എനിക്കിപ്പോ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ണത്തിലാണ് നിൽക്കണേന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുകൊണ്ട് അങ്ങനെ വലിയ ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ ഇനി ആരെങ്കിലും ബോഡി ഷേമിങ് ഇങ്ങനെ രണ്ട് പ്രാക്ക് വിട്ടുതരാവരെ. തമ്പൂന് വാക്കർ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വാക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാല് വളഞ്ഞു പോകും, നടക്കാനായിട്ട് സ്ലോ ആകും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാരും പറയുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും നോർമൽ വാക്കറിനേലും പുഷ് വാക്കറാണ് സജസ്റ്റ് ചെയ്യണത്. ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന നോർമൽ വാക്കറും പുഷ് വാക്കറും ആക്കാൻ പറ്റിയ വാക്കറാണ്. ആൻഡ് തമ്പുവിന് അതുകൊണ്ട് ഇതുവരെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ ഈ പറമ്പിൽ എല്ലാ പിള്ളേരും വാക്കർ യൂസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഡോക്ടേഴ്സ് പറയുന്നതിൽ എല്ലാത്തിലും കാര്യം ഉണ്ടാവും. നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങളുടെ ഡോക്ടർ അങ്ങനെ ചെയ്യരുതെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ തമ്പൂര് യൂസ് ചെയ്തിട്ടും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. തമ്പു പക്ഷെ വാക്കർ യൂസ് ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് സ്റ്റെപ്സ് എടുത്ത് വെക്കാൻ പഠിച്ചത്. അവൻ പെട്ടെന്ന് നടക്കാനുള്ള ടെൻഡൻസി കാണിച്ചു തുടങ്ങിയത്. അവൻ ഇങ്ങനെ പയ്യെ എല്ലായിടത്തും അവൻ പിടിച്ച് നടക്കും. ഇപ്പോൾ വാക്കർ ഇല്ലെങ്കിലും അവൻ എല്ലായിടത്തും പിടിച്ച് നടക്കും. അതൊക്കെ എനിക്ക് വാക്കറിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന് എന്ത് കൊടുക്കണ്ട എന്നുള്ളത്. ഞാനാണ് എൻ്റെ കുഞ്ഞിന് എന്ത് കൊടുക്കണം തീരുമാനിക്കുന്നത്. ഞങ്ങൾക്ക് വാക്കർ കൊടുത്തിട്ട് ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു. പുഷ് വാക്കർ ആക്കാൻ ഞങ്ങളിപ്പോൾ പുഷ് വാക്കർ ആക്കി കൊടുക്കാറുണ്ട്. അപ്പൊ അവൻ തന്നെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന സെറ്റപ്പിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വാക്കറാണ് ഞാൻ വാങ്ങിയേക്കണത്. ബേബി ഹഗിന്റെ ഞാൻ വാങ്ങിയത്. സോ നിങ്ങൾക്ക് ആ വാക്കർ വേണമെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മൾ അവരവർ തീരുമാനിക്കും. എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് പോസ്റ്റ്പാർട്ടം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എന്റെ ഡെലിവറി ആൻഡ് പോസ്റ്റ്പാർട്ടത്തിന്റെ ഒരു വലിയൊരു കഥ പോലെ പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാം കവർ ആയിട്ടുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഞാനത് ഇവിടെ താഴെ ടാഗ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ ചാനലിൽ കയറി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കിട്ടും. ബേബി ബോയ് ആണ് എന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കാരണം ഞാൻ എല്ലാ വീഡിയോസും പറയുമല്ലോ എന്റെ കുട്ടി ആൺകുട്ടിയാണ് എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി, എന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ എങ്ങനെയാണ് എന്റെ കുട്ടി ആൺകുട്ടിയാണെന്ന് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് എന്റെ മനസ്സിലിരുന്ന് ആരോ പറയും ഇതൊരു ആൺകുട്ടിയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇപ്പം എല്ലാ പ്രഗ്നന്റ് മമ്മീസും ജെൻഡർ എങ്ങനെയാണ് പ്രഡിക്ട് ചെയ്യണത് എന്നുള്ള വീഡിയോസ് ഒക്കെ മിക്കവാറും ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സജഷനിലെങ്കിലും വന്നിട്ടുണ്ടാവും. അതിൽ കാണിക്കുന്ന ബോയിയുടെ ഇതിൽ കാണിക്കുന്ന എല്ലാ സിംറ്റംസും എനിക്കുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ എൻ്റെ ഒരു മനസ്സിലൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് എൻ്റെ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരികയാണെങ്കിൽ, എൻ്റെ സ്വന്തം ലൈഫിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരികയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അഡ്വൈസ് മാത്രമാണ്. ഇന്ന് ചെയ്യുന്നതിനെ പറ്റി ഓർത്ത് നാളെ റിഗ്രറ്റ് ചെയ്യരുത്. അത് മാത്രമേ എനിക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് നോക്കി ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് ചെയ്യുക. നാളെ നമ്മൾ ഇന്നലെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നാത്തൊരവസ്ഥയിലൂടെ പോവാം മാക്സിമം. എങ്കിലും അങ്ങനെയൊക്കെ തന്നെ പറ്റും. എങ്കിലും നമുക്ക് അങ്ങനെ ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചെങ്കിലും കുറയ്ക്കാൻ പറ്റുമല്ലോ റിഗ്രഷൻ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഒരു സ്വപ്നം ഇതുവരെ സാക്ഷാത്കരിക്കാത്തൊരു സ്വപ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അഫ്കോഴ്സ് ഉണ്ട്. അതെന്താണ് എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗുമ്മില്ലല്ലോ. അത് സാക്ഷാത്കരിക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ ഉറപ്പായിട്ടും പറയാം. സോ ഈ ഒരു Q&A എത്ര നേരം പോയി എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നമുക്ക് Q&As നടത്താം. ഇത്തവണ ചോദ്യങ്ങളിൽ നിങ്ങളുടെ ചോദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ, ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ ഐ എം റിയലി സോറി. അടുത്ത Q&Aയിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചോദ്യം ഞാൻ ആഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി അടുത്തടുത്ത Q&Aയിലൊക്കെ എടുക്കാം. ആൻഡ് ഞാൻ എന്ത് ലോങ് വീഡിയോസ് ചെയ്യേണ്ടതെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും ചെയ്യാം. കൂടുതൽ മത്സരിക്കുന്നില്ല, വീഡിയോ അവസാനിപ്പിക്കണം. ബൈ ബൈ.